CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞാൻ എന്നെ കാണുന്നില്ല. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഈ ഒരു സംവിധാനം അവരൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നും ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ അവരുടെ നേതാവായിട്ട് നിൽക്കുന്നു. ഒരു റാഷണൽ മൈൻഡാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി വരിക, CJP രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഇൻഎഫിഷ്യൻസിയും കൂടെ അതിനൊരു പരിധി വരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിയാത്മകമാണോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. CJP എന്ന പ്രതിഭാസം ഉണ്ടായി വരാനുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്? CJP എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞാനതിനെ CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞാൻ എന്നെ കാണുന്നില്ല. കാര്യം രാഷ്ട്രീയ പാർട്ടി ആകുന്ന രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിന് ആധാരമായിരിക്കുന്നതിന് കാരണം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അദ്ദേഹം പാരസൈറ്റ് എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിക്കുകയും അത് പിന്നീട് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. അത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു ഡെറോഗേറ്ററി ആയിട്ടുള്ള റിമാർക്കല്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ആ പീരീഡിൽ തന്നെ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു വിഷയമാണത്. അതിന് തന്നെ 1-2 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് ഉത്ഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സൂര്യകാന്ത് മിശ്ര എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് പ്രതിഷേധാർഹമായി പാരസൈറ്റായ കോക്രോച്ചിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നു, ഫേസ്ബുക്ക് പേജ് വരുന്നു, ട്വിറ്ററിലൊക്കെ വലിയ ട്രെൻഡിങ് ആയിട്ട് ഇത് മാറുന്നു. അത് അവിടെ കൊണ്ട് ആ പോയിൻ്റ് അവസാനിച്ചു. പക്ഷെ പിന്നീട് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കുള്ള അവരുടെ ഇടപെടലാണ് നമ്മൾ കാണുന്നത്. കാര്യം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ അവർ നടത്തുന്നു. നീറ്റ് പരീക്ഷയ്ക്കകത്ത് ക്രമക്കേടുണ്ടെന്നും അല്ലെങ്കിൽ അത് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു. അവിടെ അതൊരു പൊളിറ്റിക്കൽ ആയുധമാക്കുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷിയെ പോലെ തന്നെ സാധാരണ ഒരു രാഷ്ട്രീയ കക്ഷിയെ പോലെ തന്നെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഈ ഒരു സംവിധാനം അവരൊരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ അവരും അത് ഉപയോഗിക്കുന്നു. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെ അല്ലെങ്കിൽ ഏത് തലത്തിൽ എന്നുള്ളത് വലിയ ചോദ്യമുണ്ട്. ഒരാൾ ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ അവരുടെ നേതാവായിട്ട് നിൽക്കുന്നു. അത് വെർച്വൽ പ്ലാറ്റ്ഫോമിലൊരു നേതാവാണ്. നമ്മൾ സാധാരണ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നേതാവിനെ പോലെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരു വെർച്വൽ വേൾഡിൽ അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമില്ല. പക്ഷേ ബോസ്റ്റൺ സർവകലാശാലയിൽ പഠിച്ച ആളാണ്. ഒരു റാഷണൽ മൈൻഡാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങോട്ടാണ് ഇത് യാത്ര ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങോട്ട് എന്ന് ഇതുവരെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യമല്ല. പക്ഷേ ഒരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമായി ഈ പറയുന്ന CJP രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഒരു പരിധിവരെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഇൻഎഫിഷ്യൻസിയും കൂടെ അതിനൊരു പരിധിവരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന വെർച്വൽ വേൾഡിലുള്ള ആൾക്കാരുമായി യഥാർത്ഥത്തിൽ അവരുടെ ഐഡിയാസിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അതിലേക്ക് പോയി അവരുടെ വാല്യൂസ് ഇംബൈബ് ചെയ്യാൻ ഒരു പരിധിവരെ പൊളിറ്റിക്കൽ ക്ലാസ്സിലുള്ളവർ ഫെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളിലൂടെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് പെട്ടെന്ന് കറൻസി കിട്ടുന്നതിന് കാരണം ആ ഒരു ഗ്രൂപ്പ്, ഈ പറയുന്ന വെർച്വൽ വേൾഡിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതുമായി പെട്ടെന്ന് അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന മൂവ്മെൻറ്റുമായി കണക്റ്റായി എന്നുള്ളതാണ്. അപ്പം അവർ ആദ്യത്തെ പാരസൈറ്റ് എന്നുള്ള ആ ഡെഫിനിഷനിൽ നിന്ന് മാറി തന്നെ ഒരു ക്രിയാത്മകമായ ഒരു ലെവലിലേക്ക് പോകാനുള്ള ശ്രമമായിരിക്കാം നടത്തുന്നത്. അത് ക്രിയാത്മകമാണോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. CJPയുടെ നിലവിലെ പൊസിഷൻ എന്താണ്? CJPയുടെ നിലവിലെ പൊസിഷൻ അതൊരു അനോമിക് സിറ്റുവേഷനാണ്. വെച്ചാൽ ഒരു നോംലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. കാര്യം ആരൊക്കെയാണ് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാർ, ഒരു സെൻട്രൽ ലീഡർഷിപ്പ്, അതിന് സ്റ്റേറ്റ് വൈസ് ലീഡർഷിപ്പ് അങ്ങനെയൊന്നുമില്ല. കാര്യം ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ട്വിറ്ററോ ഉണ്ട് എങ്കിൽ അതിൽ ഫോളോവേഴ്സാണുള്ളത്. ആ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒരാളെ ആരാണോ അക്കൗണ്ട് തുടങ്ങിയ ആൾ അയാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അയാൾ ലീഡറായി മാറുന്ന അവസ്ഥയുണ്ട് ഇവിടെ. അപ്പം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യത്ത് വരാറുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത് ഇപ്പം ഒരു ഉദാഹരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന
ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തി വന്നതാണ്. ആ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തി വരുമ്പം അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയത്തോടോ അദ്ദേഹത്തിൻ്റെ രീതികളോടോ വിമർശിക്കുന്നവരുണ്ട്, യോജിക്കുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനൊക്കെ ഉപരി ഈ പറയുന്ന ഒരാൾ അവിടെ ഉണ്ട്, ഒരു പേഴ്സൺ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇത്രയും നാളും ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ, അങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ വെർച്വൽ വേൾഡിൽ ഞാനാണ് CJPയുടെ അക്കൗണ്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാനാണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയത് കൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊരു നേതാവായി മാറുമോ എന്നൊരു ചോദ്യമുണ്ട്. ആദ്യം അക്കൗണ്ട് തുടങ്ങുന്ന ആൾ നേതാവാകുന്ന ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. കാര്യം അങ്ങനല്ല ഒരു ലീഡർഷിപ്പ് ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത്. ഇപ്പോൾ താങ്കൾ ഇവിടെ വന്ന ഒരു വിഷയം, ഇവിടെ വന്ന ആശയം എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ആ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള ഉത്തരം പുറത്തുനിന്ന് ഒരാൾ പറയുന്നതും അകത്തുനിന്ന് പറയുന്നതും രണ്ടാണ്. അവരെവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് സത്യത്തിൽ അവർ പറയേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ കേരളത്തിൽ നിൽക്കുന്ന ഒരാളാണ്. കേരളത്തിൽ എത്രമാത്രം CJP എന്ന് പറയുന്ന ഐഡിയയ്ക്ക് കറൻസി ഉണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇവിടുത്തെ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന പാർട്ടി മെഷീനറി, പാർട്ടി സെറ്റപ്പ്, ലീഡർഷിപ്പ് എല്ലാം ഉണ്ട്. ഇപ്പോൾ വെർച്വൽ വേൾഡിൽ എന്ത് നടന്നാലും അത് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ലാതായി മാറും. നിങ്ങളൊരു വെർച്വൽ പൊളിറ്റിക്കൽ ഫോഴ്സ് ആകുമായിരിക്കും, പക്ഷേ റിയൽ പൊളിറ്റിക്കൽ ഫോഴ്സ് ആകാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സൈബർ ഒരു വിഷയത്തിനകത്ത് നമ്മൾ മോഡേൺ പ്രയോഗം എടുത്താൽ വൈറൽ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, വൈറൽ പോസ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ വൈറൽ പോസ്റ്റ് അതൊരു വലിയ പൊളിറ്റിക്കൽ റിപ്രക്കഷൻസ് റിയൽ ലൈഫിൽ പോസിറ്റീവ് റിപ്രക്കഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതൊരു ടെമ്പററി പ്രതിഭാസമായി മാറും. അപ്പോൾ ഇവർക്ക് ഒരു ഐഡിയ ഉണ്ട്, അവർക്ക് ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരവുമായി വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുള്ളത് അവരാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അവർ എന്ന് പറയുന്നതിനകത്ത് അവർ കൂടിയിരുന്ന ആരൊക്കെ ഇതിനകത്ത് ചേർക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം സെൻട്രലിൽ ഇപ്പോൾ കുറച്ച് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമരത്തിനകത്ത് കുറേ ആൾക്കാർ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവർ വെർച്വലി എല്ലാവരും പല പല സ്ഥലത്തിരിക്കുന്നതായതുകൊണ്ട് ആരൊക്കെയെന്ന് അവർ തന്നെ എത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം ഫേസ്ബുക്ക് പേജ് തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളായിരിക്കാം ഇത് ലീഡ് ചെയ്യുന്നത്. അയാളുടെ കൂട്ടത്തിൽ ആരെയൊക്കെ കൂട്ടണം എന്നുള്ളത് അതുപോലും ഉറപ്പ് വന്നിട്ടുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പം അതൊരു പ്രിമച്വർ സ്റ്റേജ്, ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വെർച്വൽ പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് ഫിസിക്കൽ ഫോം ഉണ്ടാകട്ടെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ചൊക്കെ സമരം നടന്നു. ഫിസിക്കൽ ഫോം ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഫിസിക്കൽ ഫോം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ വെർച്വൽ വേൾഡിൽ നിൽക്കുന്നത് ആൾക്കാർക്ക് അവിടെ മാത്രമായി നിൽക്കുമ്പം അതൊരു ന്യൂസൻസായി മാറാൻ, സ്റ്റേറ്റിന് ന്യൂസൻസായി മാറാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ആര് ഭരിക്കുന്നു, ആര് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ആരുടെ വാല്യൂസ് നയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കാര്യം നമുക്ക് ഈ ഷാഡോയ്ക്കെതിരെ ബോക്സ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫിസിക്കൽ പേഴ്സൺ ഉണ്ടെങ്കിലേ നമുക്ക് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണം ചെയ്യാം. ഇപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ടിൻ്റെ റിസൾട്ട് വേണമെങ്കിൽ ഒരു വൈറൽ വീഡിയോ ഉണ്ടാകാം. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അവർക്കൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആകേണ്ട രീതിയിൽ ഉള്ള ഇടപെടലുണ്ടാകണം. അതിന് ഈ പറയുന്ന അബറേഷൻസ് മാത്രം പോരാ. നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു മോട്ടോ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരുടെ ആദ്യം പറഞ്ഞ ഒരു വിഷയം വോയിസ് ഓഫ് ദ ലേസി ആൻഡ് ദ അൺഎംപ്ലോയിഡ് എന്നുള്ളതാണ്. അപ്പം വോയിസ് ഓഫ് ദ ലേസി എന്ന് പറയുന്നത് ലേസി ആയിട്ടിരിക്കാനായിട്ടാണോ ഈ വോയിസ് എന്നുള്ളത്? അവരതിനെ ഒരു സർക്കാസ്റ്റിക് മോഡിൽ കൊണ്ടുവന്നതാണെങ്കിൽ പോലും വോയിസ് ഓഫ് ദ ലേസി എന്ന് പറഞ്ഞാൽ നമ്മൾ ലേസി ആയിട്ടിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നതെന്നൊരു ചോദ്യമുണ്ട്. ലേസി ആയിട്ടിരുന്ന് ഒരു പ്രോഗ്രഷനും ആർക്കും വരുത്താൻ കഴിയില്ല. ഒരു സമൂഹത്തിൽ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ആ ഡെഫിനേഷൻ്റെ കീഴിൽ വന്നാൽ മാത്രമേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരു സമൂഹത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് തന്നെയാണ്. ആ ഹാർഡ് വർക്ക് പീസ്ഫുള്ളായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അങ്ങനെ അൺഎംപ്ലോയിഡ് അല്ല എംപ്ലോയിഡ് ആകാനുള്ള എംപ്ലോയബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ സിറ്റിസൺസിൻ്റെയും ജോലി. അതുകൊണ്ടാണ് നമ്മൾ സ്കിൽഡ് ലേബറിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അൺഎംപ്ലോയിഡായിട്ടും വോയിസ് ഓഫ് ദ അൺഎംപ്ലോയിഡ് ആൻഡ് ലേസി എന്ന് പറയുന്ന ആൾക്കാർ അൺഎംപ്ലോയിഡും ലേസിയുമായി ഇരിക്കാൻ പാടില്ല. അപ്പം അതിന് പുറത്തു വരാനുള്ള ബാധ്യത അവർക്കുണ്ട്. അപ്പം അവർക്ക് ഈ പറയുന്ന അൺഎംപ്ലോയിഡിൻ്റെ ശബ്ദമാകാം, പക്ഷേ ലേസി ആയിരിക്കുന്നവരുടെയും കൂടെ ശബ്ദമായി ലേസിയായി തന്നെ അവർക്ക് തുടരാൻ അവകാശമുണ്ടെന്ന് അപ്പുറത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അങ്ങനെ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് എത്രമാത്രം രാജ്യത്തിന് ഗുണപ്രദമാകും, നമ്മുടെ പ്രൊട്ടക്ഷനും പ്രൊഡക്ടിവിറ്റിക്കും ഗുണമാകും എന്നുള്ളൊരു ചോദ്യം അത് അവർ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരത്തിൻ്റെ ഭാഗമായി ലേസി എന്ന് പറഞ്ഞതാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ആ ലേസി എന്ന് പറയുന്നത് നിങ്ങൾ പെർസീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്കും ഞങ്ങൾ ലേസി എന്ന് പറയുന്ന മോട്ടോയുമായിട്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത്
രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനും നെഗറ്റീവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് CJPയുടെ വർക്കിംഗ് മെക്കാനിസം? CJPക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഡിഫൈൻഡ് വർക്കിംഗ് മെക്കാനിസം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഞാൻ. കാരണം നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ഭാഗം അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെ ഇപ്പം സെൻട്രൽ ലെവലിലുള്ള ലീഡർഷിപ്പിന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ആരൊക്കെയാണ് അവരിലെ മുന്നോട്ട് ടോർച്ച് ബെയറേഴ്സ് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓർഗാനിക്കായിട്ട് ഇവരിലേക്ക് വന്നു ചേർന്നവരാണ്. അപ്പം പല ആൾക്കാരും പല വാല്യൂസുമായി ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് കടന്നു വരുന്നത്. ഇപ്പം നോക്കൂ, ഇവിടെയൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഒരല്പം റെലവൻസ് കിട്ടിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അതിനകത്തുള്ള ഇടപെടലാണ്. ഇപ്പം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയുമായി ബന്ധപ്പെട്ട കാര്യം അതൊരു മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമായി നിൽക്കുകയും അത് ഡൈ ഡൗൺ ചെയ്തു പോവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി അല്ലെങ്കിൽ പൊളിറ്റിക്സ് അവർ സംസാരിച്ചു തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ടാണ്. ആ നീറ്റുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധ ശബ്ദമായാണ് അത് വരുന്നത്. ആ പ്രതിഷേധ ശബ്ദം തെറ്റില്ല. എല്ലാ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും എല്ലാ മൂവ്മെൻറ്റുകളും മാറുന്നത് ഇപ്പം ഒരു അബ്രേഷനിലായിരിക്കാം ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റിന് തുടക്കം ഉണ്ടാകുക. അപ്പോൾ ഇപ്പം ഒരു അബ്രേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റോ അങ്ങനെയൊക്കെയോ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. കാര്യം അവർക്കൊരു ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ഒന്നും യഥാർത്ഥത്തിലില്ല. അത് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ഉള്ളതായിട്ട് അവരോട് സംസാരിക്കുന്നു, അവരുടെ ആൾക്കാർ സംസാരിക്കുമ്പോഴും തോന്നുന്നില്ല. അപ്പം ഡിഫൈൻഡ് ഒബ്ജക്റ്റീവും ഒരു സിസ്റ്റം ഇൻ പ്ലേസും ഇല്ല എങ്കിൽ അവരുടെ വർക്കിംഗ് മെക്കാനിസം എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. ആ ആശങ്ക എനിക്കുമുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ വരുന്നു, കുറേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ വന്നു. അത് വളരെ ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും അവസാനിച്ചു എന്ന് പറയുന്നതും ആശാവഹമാണ്. നോക്കൂ, ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം അഡീഷണലായിട്ട് ഈ രാജ്യത്ത് വരുന്നു എന്നുള്ളത് ഒരിക്കലും മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ ത്രെട്ടൻ ചെയ്യത്തൊന്നുമില്ല. അത് ഭരിക്കുന്ന കക്ഷി ഏത് സംസ്ഥാനത്ത്, ഇപ്പോൾ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി വരിക, അത് വരും, അവരവരുടെ ആശയം പറയും എന്നുള്ളതല്ലാതെ അവരെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ഒന്നും ഇപ്പോഴത്തെ ആൾക്കാർ നോക്കും. അങ്ങനെ മുന്നോട്ട് ഫങ്ഷൻ ചെയ്ത് പോകാൻ പറ്റില്ല. കാര്യം വെർച്വൽ വേൾഡിൽ ആൾക്കാരെല്ലാം വെൽ കണക്റ്റഡാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതിനകത്ത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമുക്കൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ വെൽ ഡിഫൈൻഡ് അല്ല എങ്കിൽ നിങ്ങൾക്കൊരു വർക്കിംഗ് മെക്കാനിസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ഈവൻ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ പറയുന്ന ഒരു നീറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമാണ്. നീറ്റിൽ ഒരു മോശമായ കാര്യം നടന്നു, അതിന് നിങ്ങൾ പ്രതിഷേധിച്ചു. ഇനി അടുത്ത വിഷയം വരുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊട്ടസ്റ്റായിട്ട് മാത്രം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങളൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആകത്തില്ല. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരാശയം ഉണ്ടായിരിക്കണം, എങ്ങനെ മാറ്റണം, എങ്ങനെ ഈ സമൂഹത്തിനെ പ്രോഗ്രസ്സിലേക്ക് കൊടുക്കണം. അത് പീസ്ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നെഗറ്റീവായിട്ട് ചെയ്യേണ്ടതല്ല, പോസിറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പീസ്ഫുള്ളും ഡെമോക്രാറ്റിക്കുമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. വഴിയിലിറങ്ങി ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതല്ലാതെ പ്രതിഷേധം ഉയർത്താനാണ്, ജനാധിപത്യപരമായി പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് പോകാനാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് അവർ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ടെസ്റ്റിംഗ് ടൈമിലേക്ക് അവർ എത്തിയിട്ടില്ല. കാര്യം അത് അവരുടെ ഒരു ഈ പറയുന്ന മേളിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ അവർക്ക് ആ വർക്കിംഗ് മെക്കാനിസം പ്രോപ്പറാക്കാൻ കഴിയൂ. വർക്കിംഗ് മെക്കാനിസം ഉണ്ടായി വരുന്നതിൽ തെറ്റൊന്നുമില്ല. വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ ഒരു ഫോമും ഷേപ്പും ഒക്കെ കൊടുക്കും. അവർക്കൊരു വർക്കിംഗ് മെക്കാനിസം ഉണ്ടാകേണ്ടത് ആവശ്യവുമാണ്. അതല്ല എങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകാനും സാധ്യതയുണ്ട്. CJP ഹൈജാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈ CJPയുമായി ബന്ധപ്പെട്ട് നമുക്കത് പൂർണ്ണ രൂപത്തിൽ ഇല്ല എന്നും ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനൊരു ഫോമും ഷേപ്പും ഓർഗനൈസേഷനും അതിന് ഉണ്ടായി വരേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യമാണ്. അതല്ല എങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ മാത്രം നിൽക്കുന്നതാണെങ്കിൽ അവിടെ എന്തും നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലാൽകുമാർ എന്ന് പറയുന്ന പേരിൽ 50 അക്കൗണ്ട് തന്നെ തുടങ്ങാം. അതിനകത്ത് ഒരു ലാൽകുമാറേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ 50 അക്കൗണ്ടിൽ നിന്ന് 50 പേർക്കോ ഒരാൾക്കോ ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂയിസൻസ്, അത് നമ്മുടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറെ നശിപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനൊരു ത്രെട്ട് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിന് 2 പെർസ്പെക്റ്റീവാണ്.
അതിനൊരു സെക്യൂരിറ്റി ആംഗിളും ഉണ്ട്, ഇവരുടെ ഡെമോക്രാറ്റിക് റൈറ്റും ഉണ്ട്. ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള എല്ലാ റൈറ്റുകളും ഇവർക്കുണ്ട്. ഈ പറയുന്ന ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് പ്രതിഷേധിക്കാനൊക്കെ ഉണ്ട്. അതാരും കേർട്ടെയിൽ ചെയ്യാൻ ദേ ആർ നോ വൺ ഈസ് ഗോയിങ് ടു സ്റ്റൈഫിൾ ദ വോയിസ്. അങ്ങനൊരു ആസ്പെക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് തിരിച്ച് സ്റ്റേറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. കാര്യം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരികയും എന്നാൽ അവർക്കൊരു ലീഡർഷിപ്പ് ഇല്ല, ഒരു ഓർഗനൈസേഷൻ ഇല്ല. ഇതിൻ്റെ ഉത്ഭവം തന്നെ രാജ്യത്തിന് പുറത്തുനിന്നായിരുന്നു തുടക്കം. അപ്പോൾ അതിനെ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ചോടുകൂടി സ്റ്റേറ്റ്, അത് സംസ്ഥാനങ്ങളാകാം സെൻട്രൽ ഗവൺമെൻറ് ആകാം, അവരങ്ങനെ ഒരു പെസിമിസ്റ്റിക്കായിട്ട് തുടക്കത്തിൽ കണ്ടാൽ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം ആരൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ഉപയോഗിക്കുക. കാര്യം ഈ പറയുന്ന ഒരു അക്കൗണ്ടേ കാണത്തുള്ളൂ. ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരാളൊരു അക്കൗണ്ട് തുടങ്ങി, അതുപോലെ പല അക്കൗണ്ടുകളും കേരളത്തിൽ തുടങ്ങി, മറ്റ് സംസ്ഥാനങ്ങളും തുടങ്ങി. ഈ തുടങ്ങിയവരും ഈ പറയുന്ന ആദ്യത്തെ സെൻറ്ററുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ തുടങ്ങിയവരാണ്. അപ്പോൾ ഇവർ സ്റ്റേറ്റിൽ എന്താണ് പറയുന്നതെന്നും അല്ലെ മറ്റ് സ്ഥലത്ത് എന്താ പറയുന്നതെന്നും അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല. ആ വ്യക്തത ഉണ്ടാകണമെങ്കിൽ അവർക്ക് സ്ട്രക്ചർ ഉണ്ടായി വരണം എന്നുള്ളതാണ്. ആ സ്ട്രക്ചർ ഉണ്ടായി വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ഇഷ്ടം, ഓരോ ഗ്രൂപ്പും ഓരോ ഇഷ്ടം പടി പോകും. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല മറ്റൊരു സംസ്ഥാനത്ത് ബിഹേവ് ചെയ്യുന്നത്. അത് വെർച്വൽ വേൾഡിൽ നിൽക്കുന്നതുകൊണ്ട് മോശം ചിന്തയുള്ള ഒരാളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ വെർച്വൽ വേൾഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം അതിനകത്ത് വന്ന് കടന്നു വന്നേക്കാം. അതിനകത്ത് അവർ നോക്കുന്നത് ഇപ്പം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു പെസിമിസ്റ്റിക് ഐയോടുകൂടി സെൻട്രൽ ഗവൺമെൻറ് അതിനകത്തൊരു ഇടപെടൽ നടത്തിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഈ ഫോമും ഷേപ്പും വ്യക്തമാകുന്നതിനും വരെ ആ പെസിമിസം ചിലപ്പം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അത് സെക്യൂരിറ്റി റീസൺസ് അതിനകത്തുണ്ട്. വേറെ ആർക്കാർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഹൈജാക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും ആഹ്വാനങ്ങൾ നടത്താം. ആ ആഹ്വാനങ്ങൾക്ക് നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ ഒരു വ്യക്തിയില്ല, ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അക്കൗണ്ടബിൾ ആക്കാൻ ഒരു അക്കൗണ്ടും അക്കൗണ്ടബിൾ ആക്കാൻ ഒരു വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനൊരു പ്രശ്നം ഇതിനകത്ത് ഉരുത്തിരിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിനകത്ത് ഒരാൾ സെക്യൂരിറ്റി ഒരു പ്രശ്നമാണ് എന്ന് ഷെയർ ചെയ്താൽ അവരെ കൂടെ കേൾക്കുന്നതിലും അവരുടെ ഭാഗം കേൾക്കുന്നതിനും എനിക്ക് മടിയില്ല. കാരണം ആ ഭാഗം കൂടെ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് ചിന്തിക്കുന്നതെങ്കിൽ മറ്റ് സ്ഥലത്ത് സംഭവിച്ചതുപോലെ പല സ്ഥലം, ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചത്, നേപ്പാളിൽ സംഭവിച്ചത്, ട്യൂണീഷ്യയിൽ സംഭവിച്ചത്, ഇവരെല്ലാം യങ്സ്റ്റേഴ്സായിരുന്നു. ആ യങ്സ്റ്റേഴ്സിന് ഒരു മാസീവ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പൊന്നും അല്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഭരണഘടനയുടെ വാല്യൂസ് അറിയാവുന്നവരൊന്നുമല്ല ഈ റോഡിലിറങ്ങി നിൽക്കുന്നത്, ഈ പ്രതിഷേധം ഉയർത്തുന്നതും. ഈ പ്രതിഷേധം ഉയർത്തി നമ്മൾ ഇറങ്ങത്തില്ല, നമ്മൾ ബഹളം ഉണ്ടാക്കും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളെ ഇറക്കിയിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ എന്ന് വേണമെങ്കിൽ ചിന്തിച്ച് അത്രയും പെർസീവറൻസോടുകൂടി വേണമെങ്കിൽ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഫൈറ്റ് ഒരു ഫ്യൂട്ടൈൽ ഫൈറ്റാണ്, അതൊരു ഗുണപ്രദമായ ഒരു ഫൈറ്റല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അനാർക്കി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവർ സ്ട്രക്ചറിലെത്തുക എന്നുള്ളതാണ്. ആ സ്ട്രക്ചറിലെത്തേണ്ടത് സ്റ്റേറ്റിൻ്റെയും കൂടെ ആവശ്യമായി ഇപ്പം മാറിയിരിക്കുന്നതെന്ന്. എന്തായാലും ഇവർക്കൊരു പൊളിറ്റിക്കൽ പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യൽ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവരുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് അവരുടെ സ്ട്രെങ്ത്. സത്യത്തിൽ അതൊരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആകാതിരിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ആ ഡിസാസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കാം, ഈ പറയുന്ന നമ്മുടെ എക്സിസ്റ്റിംഗ് സോഷ്യൽ നോമുകളെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പം ഞാൻ പറഞ്ഞത് ആദ്യം കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അവരുടെ റൈറ്റും, അവർക്കിപ്പോൾ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റേത് പരീക്ഷയുമായി ബന്ധപ്പെട്ടോ അത് പ്രോപ്പറായിട്ട് നടക്കണമെന്നുള്ള പ്രതിഷേധ ശബ്ദമായി മാറാനുള്ള അവകാശം എന്തായാലും ഉണ്ട്. അത് നമ്മുടെ ഭരണഘടനയിൽ തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ ആ ശബ്ദം ഉയർത്തുമ്പം റീസണബിൾ റെസ്ട്രിക്ഷൻ പറയുന്നത്, ആ റീസണബിൾ റെസ്ട്രിക്ഷൻ വെക്കാൻ സ്റ്റേറ്റിന് ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം. ആ ആളില്ല എങ്കിൽ സ്റ്റേറ്റ് ദേ വിൽ ബി ബോക്സിങ് അഗെയിൻസ്റ്റ് ദ വാക്വം. അതുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ടായിരിക്കാം ഒരു പരിധിവരെ അവരും കെയർഫുൾ ആകുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇതിൻ്റെ ലീഡർ വന്നപ്പം അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി. അതിനകത്ത് വലിയ പ്രതിഷേധമൊന്നും സെൻട്രൽ ഗവൺമെൻറ് ഉയർത്തിയില്ല. അത് ഉയർത്താത്തതിന് കാരണം ഇങ്ങനെയുള്ളൊരു കാരണമാകുന്നതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശക്തി എപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. അത് പുറത്തുനിന്നും ആക്ട് ചെയ്യുന്നുണ്ട്,
നമ്മുടെ ഡൊമസ്റ്റിക്കും ഉണ്ട്. ഡൊമസ്റ്റിക്കും ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഭരണഘടനയ്ക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും ഇടയ്ക്ക് എതിരായി ഇടപെടുന്ന എത്രയോ ഫോഴ്സസ്, എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. ആ ആക്ടേഴ്സ് ഇതിന് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ ചിലപ്പം സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടാകാം. അതിന് കുറ്റം പറയാൻ പറ്റില്ല. സ്റ്റേറ്റും ഇവരും കൂടെ ചേർന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നിടത്താണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ വിജയം. ഇതിൻ്റെ വിജയം അല്ല എങ്കിൽ ഈ പറയുന്നൊരു നേപ്പാളോ ബംഗ്ലാദേശോ ട്യൂണീഷ്യയോ ഒക്കെ ഒരു അറബ് സ്പ്രിങ് പോലൊരു കാര്യമായി മാറിയിട്ട് യഥാർത്ഥത്തിൽ നമുക്കൊരു ഗുണമില്ല. നമ്മുടെ ജനാധിപത്യം വലിയ രീതിയിൽ വളർന്ന് പ്രോഗ്രസ് ചെയ്തിരിക്കുന്ന ജനാധിപത്യമാണ്. നമുക്കിഷ്ടമുള്ള ഒരാളാകണമെന്നില്ല ഭരിക്കുന്നത്. പക്ഷേ ആ അപ്പുറത്തിരിക്കുന്ന ആളെ വളരെ കെയർഫുള്ളായി, വളരെ കോഷ്യസായി, ഡെമോക്രാറ്റിക്കലി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പക്വത ആർന്ന ഒരു ജനാധിപത്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യം. ആ ജനാധിപത്യ മൂല്യങ്ങളെ അബാൻഡൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പറയുന്ന യൂത്തിൻ്റെ സ്ട്രെങ്ത്, ഹൈപ്പർ എനർജി ഗ്രൂപ്പാണിത്. ആ യൂത്ത് അങ്ങനൊരു എന്നാൽ ഇന്ന് ഞാൻ ഇന്നത് ചെയ്തിട്ടേ ഇറങ്ങൂ എന്ന് വേണമെങ്കിൽ അവർക്ക് നിശ്ചയിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ നിശ്ചയിക്കുന്നത് ആ രീതിയിൽ പോകാതിരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കുണ്ടെന്ന് തോന്നുന്നു.